ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു മുട്ടക്കറിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കി നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഒരു സവാളയുടെ പകുതി, ഒരു വലിയ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു അല്പം വാളംപുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് 4 മുട്ട നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. കറി വെക്കാനായിട്ട് ചട്ടി വെച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടായത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായ ശേഷം ഇനി അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ്. ചെറിയ ഉള്ളി ഇല്ലെങ്കിലും കുഴപ്പമില്ല, സവാള കൊണ്ട് നമുക്ക് തയ്യാറാക്കാം. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഉള്ളി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതേ ഉള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ വഴണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ പഴുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. കൂടെ തന്നെ 2 പച്ചമുളക് കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം. ഇനി തക്കാളി ഒന്ന് നല്ലതുപോലെ ഒന്ന് വെന്തുടഞ്ഞു വരട്ടെ. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറിയുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പുളി നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരുപാട് പുളി ആയി പോകരുത്. അപ്പോൾ പുളിയും കൂടെ എല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മുടെ കറിയുടെ ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിത് മുട്ടയൊന്ന് വരഞ്ഞെടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മുട്ടയിലേക്ക് ഈ അരപ്പൊക്കെ പിടിക്കുന്നതിന് നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതേ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രേവിയൊക്കെ കുറച്ചുകൂടെ ഒന്ന് തിക്കായതിനു ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മുടെ ഗ്രേവി കറക്റ്റ് പരുവമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇത് അല്പസമയം കഴിഞ്ഞ് നമ്മൾ അടപ്പ് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ചട്ടിയിൽ തന്നെ ഇരുന്ന് കറി തിളച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം അല്പസമയം കഴിഞ്ഞിട്ട് നമ്മുടെ തിളയൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം. നമുക്ക് മീനൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ്. നമുക്കിത് ചോറിൻ്റെ കൂടെ മാത്രമാണ് നല്ലൊരു കോമ്പിനേഷൻ. എന്ന് വെച്ചാൽ പുളിയും എരിവും ഒക്കെ ഉള്ളൊരു കറിയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.